നമ്മൾ വീടിനടുത്തുള്ള ഒരു മ്യൂസിയം കാണാനായിട്ട് പോവാണ് കേട്ടോ. 4:30 ആവാറായി, അറിയത്തില്ല ഇപ്പം അത് അടച്ചിട്ടുണ്ടാവും മിക്കവാറും. അവിടെ ചെല്ലുമ്പോൾ നല്ല കാലാവസ്ഥയാണ് ഇന്ന്, നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റുമുണ്ട്. ഡേവിഡ് മ്യൂസിയം എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ഈ കാണാൻ പോകുന്ന മ്യൂസിയം മൈക്കിൾ ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു ഐറിഷ് റിപ്പബ്ലിക്കൻ ആക്ടിവിസ്റ്റിൻ്റെ മ്യൂസിയമാണ് കേട്ടോ. അദ്ദേഹം 1846 ജനിച്ച് 1906 മരിക്കുകയായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ ഏകദേശം 60 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്നത് ഐറിഷ് ലാൻഡ് ലീഗിൻ്റെ ഫൗണ്ടറായിട്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ലേബർ പാർട്ടിയുടെ ഫൗണ്ടറായിട്ടാണ്. ഐറിഷ് ലാൻഡ് ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, ഒരുപാട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന ഒരാളാണ്. അതുപോലെ തന്നെ മൈക്കിൾ ഡേവിഡ് ജനിച്ചതും അത് അടക്കിയതും എല്ലാം ഈ സെയിം സ്ഥലത്താണ് കേട്ടോ. ഇതിന് ചെറിയൊരു ഇടവഴി പോലാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് വന്നു. കണ്ട നല്ല വെയില. ആടുകളൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ചുമ്മാതെ കിടക്കുന്നത്. അവരതൊക്കെ എനിക്കൊന്ന് ഇവിടെ കൂടുതലും ഈ പശുക്കളും ആടുകളും ഒക്കെ ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒരുപാട് ഭൂമി ഇങ്ങനെ അതുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ്. കണ്ട അങ്ങൊക്കെ നമുക്ക് കാണാം പശുക്കളെ. നമ്മൾ എത്തിപ്പോയി, 50 മീറ്ററും കൂടെ പോയാൽ മതി. അവിടെ ചെല്ലുമ്പോൾ അറിയാം അത് ക്ലോസ് ആയോ ഇല്ല എന്നുള്ളത്. നമ്മുടെ റൈറ്റ് സൈഡിലാണത്. കണ്ടോ, ഡേവിഡ് മ്യൂസിയം. ഇതാണ് സ്ഥലം. പക്ഷികളങ്ങ് പറഞ്ഞു ഓപ്പണാണ്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം. നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. നിറയെ പൂക്കളുണ്ട്. ഓ വാവ്, അത് കണ്ടോ വെള്ളപ്പൂക്കൾ, ഒരു രക്ഷയില്ല. ഓ റോസാപ്പൂ ഉണ്ട്. ഇതുണ്ട് റോസ്, നല്ല രസമുണ്ട്. ഇത് നിറയെ ഇങ്ങനെ വെള്ളപ്പൂക്കളാണ്. ലാവണ്ടറാണ് ഈ നിൽക്കുന്നത്. ലാവണ്ടർ ദേ ഈ നിൽക്കുന്നത് വേണ്ട. കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഇത് ഫുള്ള് ഈ പൂക്കളാണ്. ശരിയാ, ലാവണ്ടർ അവിടെ ഉണ്ട്. വാവ്, അതുകൊണ്ട് എൻ്റെ ബാക്കിൽ ഗ്രേവ് യാർഡാണ് കേട്ടോ ബാക്കിൽ കാണുന്നത്. ഇവിടെ എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ടല്ലോ, ഫ്രൂട്ട്സ് എന്തെങ്കിലും ആയിരിക്കും. ഓ വാവ്, ഇതാണ്ട് ലാവണ്ടർ പൂക്കൾ. സ്മെല്ലുണ്ടോ?
ലാവണ്ടർ തന്നെയാണ്, അതേ തോന്നുന്നല്ലോ. ഇത് പൂവായി പൂക്കളുള്ളതിൽ മണം. അതേണ്ട പൂവുള്ളതിനുണ്ട് മണം, ഈ ചെറിയ പൂക്കളുള്ള സ്മെല്ലുണ്ട്. ഇവിടെ എന്താ ഫ്രൂട്ടൊക്കെ എന്താണ് ഇത്? മറ്റേ എന്താ ഇത് ഫ്രൂട്ടാണ്, ഇത് കണ്ടോ? ചെറിയാണോ ഇത്? ഒരു ബെറി ടൈപ്പ് ഓഫ് ബെറി ഇതാണ്. ഇത് നമ്മുടെ ഇതല്ലേ, റാസ്ബെറി അല്ലേ? അതെ, ഇത് റാസ്ബെറിയാ. ഇത് വേറെ ടൈപ്പ്. ഇതെന്തോ ഇത്? ഇത് എന്തെങ്കിലും ഒരു ഫ്രൂട്ടായിരിക്കും. പിന്നെ ഉണ്ടല്ലോ വേഷക്കായ ഇതുണ്ടോ, എന്ത് മുട്ട നോക്കിക്കേ. ഇതുണ്ടോ എന്തോ ഒരു ഇതെല്ലാം ഇനി വിരിയാൻ കിടക്കണം. കയറണോ? ഞാൻ ചോദിച്ചിട്ട് വരാം ഫസ്റ്റ്, വീഡിയോ അലൗഡ് ആണോ? വാക്കിംഗ് സ്റ്റിക്ക്. സ്ലൈഗോ ജയിലിൻ്റെ കീ ആയിരുന്നു കേട്ടോ, ഇത് കീസാണ്. Similar tactics in independence. Very admire that in India and the companies who were going to use it in the day. And then this guy, soon and not quite so famous, but he became the first president of the Republic of China. Pretty shortly after that, but this party moved out to the I'm astonished at this man. And he's not sure. Oh, man. David. David from Hastings Park.
ഞാനൊരു പേന ഒരു പേന എൻ്റെ ഫോൺ. ആക്ച്വലി ഇത് ഓപ്പൺ ആവുന്നത് 10 to 5 ആണ് കേട്ടോ. 4 മണി വരെ ഉള്ളൂ. ഇവിടെ ടൂറുണ്ട്, നമുക്കിതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അത് 4 മണി വരെ ഇവരത് ചെയ്യത്തുള്ളൂ. നമ്മൾ ചെന്ന് 4:45 എൻട്രി ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 യൂറോ ആണ് ഓരോ അഡൽട്ട്സിന്. അപ്പം ഞങ്ങൾ ജസ്റ്റ് കയറി കാണുന്നതുകൊണ്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഫീ ഒന്നും എടുത്തില്ല. നമ്മളെല്ലാം കയറി കണ്ടു. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാനായിട്ടുള്ള ഒരു ബ്രോഷർ പോലെ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കതും കണ്ടിട്ട് വരാം. നമ്മൾ ലേറ്റായിട്ട് ചെന്നതുകൊണ്ട് തന്നെ അവർ പൈസയൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പെൻ മേടിച്ചു. എന്നിട്ട് 2.5 യൂറോ ഇതാണ്. അങ്ങോട്ടാണ് കയറി പോകുന്നത്. ഏതാ? ഇത് ഗ്യാവിനോ? മീൻ പിടിക്കാൻ നദിയിൽ കൂടെ ഇറങ്ങി നടന്നാണ് മീൻ പിടിക്കുന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയമൊക്കെ കണ്ടു. ഒരു ചെറിയൊരു ഔട്ട്ഡോർ ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.